ഇന്ന് 2025 നവംബർ 23. ഇന്നേക്ക് 100 വർഷം മുൻപാണ് വൈക്കം സത്യാഗ്രഹ സമരത്തിൻ്റെ സമാപനം കുറിച്ചത്. അത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം നടത്തിയത് വൈക്കത്ത് അമ്പലത്തിൽ കയറി തൊഴാനും എല്ലാവർക്കും പ്രാർത്ഥിക്കാനും ഭഗവാനെ കാണാനൊന്നും ആയിരുന്നില്ല, മറിച്ച് വൈക്കത്ത് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വലിയ മതിലിന് പുറകിലുള്ള വഴികളിലൂടെ നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തീണ്ടൽ പലകയ്ക്കപ്പുറം, അതായത് 100 വാരയ്ക്കപ്പുറം 4 വശത്ത് തീണ്ടൽ പലക വെച്ചിരിക്കുകയാണ്. അതിലെഴുതി വച്ചിരിക്കുന്നത് കീഴ് ജാതിക്കാർക്ക് തീണ്ടൽ പലക മറികടക്കാൻ പാടില്ല എന്ന് ബോർഡിൽ വെച്ചിരിക്കുകയാണ്. അത് കടന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇതായിരുന്നു സമരം. മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ ഇ വി നായ്ക്കൽ, അതുപോലെ തന്നെ ഗുരുദേവൻ, മന്നത്തൊപ്പുരാമൻ, കെ പി കേശവൻ, ടി കെ മാധവൻ തുടങ്ങി ഒരുപാട് പേരാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. 603 ദിവസമാണ് ആ സമരം നടത്തിയത്. 3 കവാടങ്ങൾ തുറന്നു കൊടുത്തു. ഇത് പടിഞ്ഞാറേ നട, തെക്കേ നട, വടക്കേ നട. പക്ഷേ കിഴക്കേ നട അനുവദിക്കുകയില്ല. കാരണം വൈക്കത്തവൻ നോക്കിയിരിക്കുന്നത് കിഴക്കോട്ടാണ്, അവിടെ പാടില്ല. ഈ 4 വശത്തും 100 വാരയ്ക്കപ്പുറം പലക വെച്ചിരിക്കുകയാണ്, തീണ്ടൽ പലക. ഇതിനപ്പുറം കടക്കാൻ പാടില്ല. ഒരുപാട് പേരുമായിട്ട് ചർച്ച നടത്തി. അതിൻ്റെ ഉടമസ്ഥാവകാശം ഇണ്ടന്തുരുത്തി വരയിലെ തമ്പ്രാക്കന്മാർക്കായിരുന്നു. സീനിയർ തമ്പ്രാനെന്ന് പറയുന്നത് അത് ദേവൻ നമ്പൂതിരിയായിരുന്നു. ഗുരുദേവൻ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു, അവരനുവദിച്ചു. പക്ഷേ ഒരു കാരണവശാലും കീഴ്ജാതിക്കാരനായ ഗുരുദേവന് മനയിലിരുന്ന് സംസാരിക്കാൻ അനുവദിക്കുകയില്ല, പുറത്തിരിക്കണം. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ പുറത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി ഒരു താൽക്കാലിക ഷെഡുണ്ടാക്കി. ദേവൻ നമ്പൂതിരി വന്നു, ചർച്ച ചെയ്തു. ഗുരുദേവൻ പറഞ്ഞ് അവർ മനുഷ്യരാണ്, അവർക്ക് വഴിയിലിറങ്ങി നടക്കണ്ടേ, അവർക്ക് പൊതുവഴി കൂടി നടക്കണ്ടേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ നീചകുലത്തിൽ ജനിച്ചവരാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പോവുകയായിരുന്നു ഗുരുദേവൻ. അപ്പോൾ ഈ മനയുണ്ടല്ലോ, ഈ ഇണ്ടന്തുരുത്തി മന, ഇപ്പോഴെന്താണെന്നറിയാവോ? അവനാ ചെത്തുതൊഴിലാളികൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ചെത്തുതൊഴിലാളി യൂണിയൻ ആപ്പീസാണ് ഈ ഇണ്ടന്തുരുത്തി മന. ഇതാണ് ചരിത്രമെന്ന് പറയുന്നത്. കാലം കാത്തുവച്ച കാവ്യനീതി എന്നാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്നത്.